സമാധിയുടെ രണ്ടാമത്തെ ഭാഗം പറയാം. സമാധി എന്നത് യോഗത്തിലെ അല്ലെങ്കിൽ യോഗയിലെ എന്നൊക്കെ പറയാം, അത്യുന്നതമായിട്ടുള്ള ഒരു ആത്മീയമായ അവസ്ഥയാണ്. ഇത് മനസ്സിൻ്റെ പൂർണ്ണമായ ശാന്തിയും ഏകാഗ്രതയും പ്രാപിക്കുന്ന ഒരവസ്ഥയാണ്. അതിലൂടെ ആ വ്യക്തി ആത്മസാക്ഷാത്കാരത്തിലേക്കും മോക്ഷത്തിലേക്കും ഈശ്വരൻ എന്ന പരമസത്യം അറിയുന്നതിലേക്കും എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ പുറമെ നിന്ന് നോക്കുന്ന നമ്മളെപ്പോലുള്ള അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു തമാശയായിട്ടേ തോന്നൂ. കാരണം നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരുടെ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ മാത്രം ഭ്രമിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഇതൊരു തമാശയായിട്ടേ തോന്നൂ. അതിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുകൂടി ഞാൻ പറയാം. സമാധിയെ പല ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സമാധിയായിട്ടുള്ള പതഞ്ജലി സിദ്ധർ പതഞ്ജലി യോഗസൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലൂടെ അതിനെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ചുരുക്കി പറയാം. ഒന്ന്, സവികൽപ്പ സമാധി. ഇതിൽ ധ്യാനിക്കുന്ന ഒരാള് ധ്യാന സാധനം, ധ്യേയ വിഷയം എന്നിവ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അതൊക്കെ എന്താന്നുള്ളത് പിന്നീട് വിശദമായിട്ട് പറയാം. ഇനി രണ്ടാമത്തെ, ഇതൊരു ആമുഖം മാത്രമാണ്. ഇനി രണ്ടാമത്തെ നിർവികൽപ്പ സമാധി. എല്ലാ ഭേദഭാവങ്ങളും വ്യത്യാസങ്ങളും ഇല്ലാതായി മനസ്സ് പൂർണ്ണമായിട്ടും ശൂന്യവും ശാന്തവുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഒന്നിനോടും ഒരു ഭ്രമമോ താല്പര്യമോ ഇല്ലാത്തൊരവസ്ഥയിലെത്തും. അതാണ് നിർവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധി അവസ്ഥയിലെത്തുമ്പോൾ ആത്മാവ് അനന്തവുമായി, അതായത് ഈശ്വരനുമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈശ്വരന് രൂപമില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് ആദ്യം കണ്ടുപിടിച്ചത് സെമിറ്റിക് മതങ്ങളല്ല, ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ്. അവരതിനെ കോപ്പി അടിക്കുക മാത്രമാണ് ചെയ്തത്. ആത്മാവ്, ഈ വ്യക്തിയുടെ ആത്മാവ് അനന്തവുമായി, അനന്തം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, രൂപമില്ലാത്ത ബ്രഹ്മം, അതിനോട് ഒന്നിച്ചു ചേർന്നിട്ട് അത് സംയുക്തമായി മാറും, ഒരുമിച്ച് ചേരും അത് രണ്ടും തമ്മിൽ. ജീവാത്മാ പരമാത്മ ഐക്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്ന രാസലീല, അതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. രാസലീല എന്ന് പറയുന്നത് ലൈംഗികതയൊന്നുമല്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണ, അറിവില്ലാത്ത അന്തമില്ലാത്ത ആളുകൾ പറഞ്ഞു വരുത്തുകയാണ്. സമാധി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിനെ അതിജീവിച്ച് ആത്മീയമായിട്ടുള്ള ഒരു ഉന്നമനത്തിനുള്ള മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ കണ്ണിൽ അത് തമാശയായിട്ട് തോന്നും, പക്ഷെ ആ വ്യക്തിക്ക് അത് തമാശയല്ല. അദ്ദേഹത്തിനെ പോലെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഒരു സിദ്ധന് അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കൂടാതെ പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങളിലുള്ളവരാണ് ഇതിനെ കൂടുതൽ കളിയാക്കുക. അവർ ആൾദൈവം എന്നൊക്കെയാണ് പറയുക. അതൊന്നുമല്ല, ആൾദൈവം ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഈ മണ്ടന്മാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഭാരതത്തിലെ ധർമ്മങ്ങളിൽ ഏഴാം ആകാശത്തുള്ള ദൈവത്തിനെ പേടിച്ച് ജീവിക്കാൻ ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ജീവാത്മാവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ളത് ഭഗവാന്റെ അതേ അംശമാണ്, ചൈതന്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണവും ഭാഗവതവും വേദങ്ങളും ഉപനിഷത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഏതോ ഒരു ആകാശത്തുള്ള ഈശ്വരനെ പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റം ഭാരതത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ ഇല്ല എന്നുകൂടി പറയുകയാണ്. ഇനി സംസ്കാരത്തിൽ സമാധി എന്ന പദം ഒരാളുടെ അന്ത്യശയന സ്ഥലത്തെയും, അതായത് മഹാന്മാരുടെയും സന്യാസിമാരുടെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. മരണപ്പെട്ട ആളുകളെ സമാധി ഇരുത്തുന്നത് ഒരു പ്രത്യേക ആചാരപരമായിട്ടുള്ള ഒരു രീതിയാണ്.
അത് നമുക്ക് പറ്റില്ല. എനിക്കോ നിങ്ങൾക്കോ അത് സാധിക്കില്ല. കാരണം നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ കാരണം. മരിച്ചിട്ട് സമാധി ഇരുത്തല്ല, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ തലത്തിലേക്ക് എത്താൻ പറ്റണം. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ അങ്ങനെ ഇരുത്താനും പാടൂ എന്നും കൂടി പറയാണ്. പ്രത്യേകിച്ച് ഹിന്ദു, ജൈന, ബുദ്ധ, സിഖ് മതങ്ങളിൽ ഉള്ള എല്ലാവരും എന്ന് പറയുന്നില്ല, ചില വിഭാഗങ്ങളിൽ ഈ പ്രവൃത്തി, ഈ സമാധി ഇരുത്തലൊക്കെ സാധാരണയായിട്ട് സന്യാസിമാർക്കും ആത്മീയമായിട്ടുള്ള ഉയർച്ചയുള്ളവർക്കുമാണ് കണ്ടുവരാറുള്ളത്.